ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചതിന് ശേഷം ചില വിടുതലുകൾക്ക് കാലതാമസം വരുന്നെങ്കിൽ അതിനകത്തൊരു ദൈവമഹത്വം വെളിപ്പെടാനാണെന്ന് ഈ രാവിലെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോവാണ്. മോർണിംഗ് മനായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 6-ാം വാക്യം. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. താൻ ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. ഈ ഭാഗം നമുക്കറിയാം. യേശു സ്നേഹിച്ച കുടുംബം, ബെഥാനിയയിലെ മറിയയുടെ, മാർത്തയുടെ, ലാസറിൻ്റെ കുടുംബം. മാതാപിതാക്കൾ അവിടെ പറയുന്നില്ല. ഈ 3 സഹോദരങ്ങളെക്കുറിച്ചാണ് തിരുവചനത്തിനകത്ത് കാണും. 3 പേരും പ്രത്യേകതയുള്ളവരാണ് കേട്ടോ. ലാസറിനെ കുറിച്ച് പറയുന്നത് കർത്താവിന് പ്രിയനായവനാണ്. മറിയെക്കുറിച്ച് പറയുന്നത് കർത്താവിൻ്റെ പാദപെടുത്തെങ്കിൽ ഇരുന്ന് നല്ല അംശം തിരഞ്ഞെടുത്തവളെന്നാണ്. മാർത്തയെക്കുറിച്ച് പറയുന്നത് സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടെന്നുള്ളതാണ്. പല ചൊല്ലി വിചാരപ്പെട്ടു മനങ്കലങ്ങിരിയെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇവിടെ നല്ല വശമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടും ആ ഭവനത്തിനകത്തൊരു പ്രതിസന്ധി വന്നപ്പോൾ യേശു പോയില്ല. നമുക്ക് പോലും ചിലപ്പോൾ തോന്നും, എന്ത് ക്രൂരനായി യേശു. അല്ല, അതല്ല. പിതാവായി ദൈവം അനുവദിക്കാതെ ഒരു കാര്യവും യേശു കർത്താവ് ചെയ്യത്തില്ല. ഈ ഭൂമി ജയജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളും പരിശുദ്ധാത്മാവിൻ്റെ ഹിതമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് സ്റ്റെപ്പ് വെക്കരുത്. പരാജയപ്പെടും. ലോകത്തിലെ പലർക്കും ചിലപ്പോൾ വിജയമായിരിക്കും ചില കാര്യങ്ങൾ. നമുക്ക് വിജയമാകണമെന്നില്ല. കാരണം നമ്മൾ ലോകത്തിലല്ല, നമ്മൾ ലോകക്കാരല്ല. നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. സമ്മതിക്കത്തില്ല പരിശുദ്ധാത്മാവ്. അങ്ങനെ അത് ജീസസ്. കാരണം കർത്താവിനെ പിരിഞ്ഞ് ഒരു കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ കർത്താവിൽ നിന്ന് അകന്നു പോകാൻ പോലും അത് കാരണമായിരിക്കും. ഓക്കെ, ഈ സഹോദരന്മാർ വളരെ സന്തോഷത്തോടാണ് ഇവനെ വിളിക്കുന്നത്. പക്ഷേ നിരാശയുടെ ഒരു മറുപടിയാണ്. 2 ദിവസം തന്നെ കർത്താവ് അവിടെ പാർത്തു. വീണ്ടും അടുത്തൊരു 2 ദിവസം കഴിഞ്ഞിട്ടാണ്, മൊത്തം 4 ദിവസമായപ്പോൾ. ഇപ്പോഴത്തേക്ക് അത് സംഭവിച്ചു. ലാസർ മരിച്ചു. 4-ാമത്തെ ദിവസമായി. നാറ്റ വെച്ച് തുടങ്ങി കേട്ടോ. കല്ലറയ്ക്കകത്ത് വെച്ചു. ഇനിയൊരു സാധ്യതയുമില്ല. 3 ദിവസം വരെയൊക്കെ ആത്മാവ് ചുറ്റിപ്പറ്റി നിൽക്കുമെന്നൊരു ചൊല്ല് തന്നെ യഹൂദന്മാരുടെ ഇടയിലുണ്ട്. ആ പാരമ്പര്യത്തെ പൊളിക്കാനും കൂടെ കർത്താവ് താമസിച്ച്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില വിടുതലുകൾ താമസിച്ച് വരുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്കത് താമസിച്ചേക്കുന്നത്. പക്ഷെ കർത്താവിനത് മഹത്വമാക്കി മാറ്റാൻ വേണ്ടി അത് കറക്റ്റ് സമയത്തായിട്ടത് നമുക്ക് കടന്നു വരും. കൃത്യസമയത്തായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഒരു സംശയമില്ല ദൈവമക്കളെ. ഇവിടെ കല്ല് നീക്കാൻ യേശു പറയുമ്പോൾ മാർത്ത തന്നെ പറയുന്നൊരു പദമുണ്ട്. കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായി. തൊട്ടാ നാറുന്ന വിഷയം ഇത്. കർത്താവളോട് പറഞ്ഞ പദം എന്തുവാ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? കണ്ടോ? ഇതാണ് നമ്മുടെ കർത്താവ്. ഇതാണ് നമ്മുടെ കർത്താവ്. ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ട് മാത്രമാ, തിന്മയ്ക്കായിട്ടൊന്നും വരത്തില്ല. നിങ്ങൾ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിനകത്ത് കാലതാമസം വന്ന പോലെ തോന്നുന്നോ? ഭാരപ്പെടണ്ട, കാലതാമസം വന്നിട്ടില്ല. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. മഹത്വമാക്കി മാറ്റാനാ. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു മറുപടി ആ സമയത്ത് അന്നേരം കർത്താവ് തന്നിരുന്നെങ്കിൽ ദൈവനാമത്തിന് ചിലപ്പോൾ മഹത്വം ഉണ്ടാകണമെന്നില്ല. നിങ്ങൾക്കത് അനുഗ്രഹമായി മാറിയെന്നിരിക്കും. പക്ഷേ കർത്താവിന് മറുപടി നൽകുന്നത് തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും കൂടെ കേട്ടോ. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ കാണാത്ത അങ്ങനത്തെ ഒരു ദൈവപ്രവൃത്തി ഇപ്പോൾ മുതൽ കർത്താവ് ആരംഭിക്കാൻ പോവുക. കർത്താവ് ആരംഭിക്കാൻ പോകുകയാണ്. വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ എത്രയും ശ്രേഷ്ഠകരമേറിയ ദൈവശബ്ദം ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ മഹത്വം ഇന്ന് രാവിലെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുന്നതിനായിട്ട് സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഒരു ദൈവമഹത്വം വെളിപ്പെടുന്ന, ചീഞ്ഞ് നാറുന്ന വിഷയത്തിനകത്തൊരു ദൈവമഹത്വം വെളിപ്പെടുന്ന ഒരനുഭവത്തെ അങ്ങ് കൽപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹത്വം വെളിപ്പെടും കേട്ടോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന
എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.